പ്രവീൺ. ഞാൻ കഴക്കൂട്ടത്ത് പുത്തൻതോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ചെറിയൊരു കിണലിട്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് അമേരിക്കൻ പുള്ളിയാണ്. എൻ്റെ പേര് വന്നിട്ട് ബെക്കയാണ്. ഇപ്പം 2 വയസ്സായി. ഇവരിൽ തന്നെ 3 വെറൈറ്റീസ് ഉണ്ട്. അത് പോക്കറ്റ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, പിന്നെ എക്സെല്ലും ഉണ്ട്. ഇത് വന്നിട്ട് പോക്കറ്റാണ്, പ്യുവർ പോക്കറ്റ് അമേരിക്കൻ പുള്ളിയാണ്. ഇവരുടെ പപ്പി റേഞ്ച് വന്നിട്ട് 40,000, ഇപ്പം 40,000 to 50,000-ത്തിനകത്താണ് പപ്പി നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവരെന്ന് വെച്ചാൽ അല്ല പൊതുവെ പാവമാണ്, അതായത് പെറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ കാണാൻ ഇതുണ്ടെന്നേ ഉള്ളൂ, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി പേടിക്കും. പൊതുവേ ഇവർ വന്നിട്ട് ക്വയറ്റാണ്. പിന്നെ അധികം നമുക്ക് ഇൻഡോറായിട്ട് യൂസ് ചെയ്യാം. അധികം സൗണ്ടോ അങ്ങനെ ചുമ്മാ കിടന്ന് കുരയ്ക്കോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. പൊതുവേ ക്വയറ്റാണ് അവർ, പക്ഷെ കാണാൻ ഭംഗിയുണ്ടെന്നേ ഉള്ളൂ. ഇതെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞിലെ അങ്ങനെ ട്രെയിൻ ചെയ്ത് വളർത്തണം. ഇവനെന്ന് വെച്ചാൽ നമ്മൾ എല്ലായിടത്തും കൊണ്ടുപോകും, ബീച്ചിലേക്ക് കൊണ്ടുപോകും. പുറത്ത് എല്ലാവരുമായിട്ട് മിങ്കിളാണ്. ഓൾറെഡി ഇവന് പുറത്തുള്ള ആര് കണ്ടാലും പ്രശ്നങ്ങളൊന്നുമില്ല, ആർക്ക് വേണോ തൊടാം. കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിൽ ഹാൻഡിൽ ചെയ്യാം. ഇവന് ആഴ്ചയിൽ 2 ദിവസം റോ ചിക്കൻ കൊടുക്കും, പിന്നെ അല്ലെങ്കിൽ ചിക്കനും ചോറും കൊടുക്കുന്നത്. അപ്പം ഞാനുമായിട്ട് നല്ല കമ്പനിയാണ്. ഇപ്പം ഞാൻ ഈ ബ്രീഡ് ഫസ്റ്റ് മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം 6 മാസത്തിന് മുമ്പാണ് ഇത് മേടിക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു 40ഓളം ഡോഗുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവനെയാണ്. മാർക്കറ്റിൽ ഇവർക്ക് ഇച്ചിരി റേറ്റ് കൂടുതലാണ്, പോക്കറ്റ് സൈസിന് റേറ്റ് കൂടുതലാണ്. പിന്നെ എക്സലിനൊക്കെ ഇച്ചിരി റേറ്റ് കുറവാണ്. ഇപ്പം ഇച്ചിരി മാർക്കറ്റ് ഡൗൺ ആയതുകൊണ്ടാണ് 40 to 50 രൂപ റേഞ്ച്. അല്ലെങ്കിൽ നേരത്തെ ആകുമ്പം 1 മേലെ പോകും. ഇവന് നല്ല സ്നേഹമാണ്. മാത്രമല്ല നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഞാൻ പോകുന്നിടത്തെല്ലാം കൂടെ കൊണ്ടുപോകും. വണ്ടിയിൽ ഫ്രണ്ടിൽ വെച്ചാണ് കൊണ്ടുപോകുന്നത്. ആക്റ്റീവയിൽ ഫ്രണ്ടിലിരിക്കും. ഈ ബ്രീഡിൻ്റെ പേര് ഷിറ്റ്സു എന്ന് പറഞ്ഞ ബ്രീഡാണ്. ഇവർക്കിപ്പം 1.5 വയസ്സ് കഴിഞ്ഞു. ഒരു തവണ ലിറ്റർ കഴിഞ്ഞതാണ്. ഇവർ പൊതുവെ വന്നിട്ട് നമുക്ക് ഇൻഡോർ വളർത്താൻ പറ്റിയ ഒരു ഡോഗും കൂടിയാണ്. മാത്രമല്ല ഗ്രൂമിങ് മെയിൻലി വന്നിട്ട് ബ്രഷിങ്, ഡെയിലി ബ്രഷ് വേണം. ബ്രഷ് ചെയ്തില്ലെങ്കിൽ ഇതിന് നോട്ട്സ് വരും. ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്, അത് മാത്രമേ ഉള്ളൂ. പൊതുവേ ലേഡീസിനോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് കൂടുതലുള്ള ഡോഗാണ്. അവർക്കും കൂടുതൽ ഇഷ്ടമുള്ള ഡോഗാണ്. ലേഡീസാണ് കൂടുതലും മേടിക്കുന്നത്. ഇതിൻ്റെ പപ്പീസെല്ലാം കൂടുതലും മേടിക്കുന്ന ലേഡീസാണ്. മാത്രമല്ല നമുക്ക് ചെറിയ ഒരു എക്സ്പെൻസ് മതി വളർത്താൻ വേണ്ടിയിട്ട്. വലിയ എക്സ്പെൻസൊന്നും വേണ്ട. അങ്ങനെ വലിയ അസുഖങ്ങളൊന്നും പെട്ടെന്നൊന്നും വരത്തില്ല. അങ്ങനെ പിണങ്ങും, വഴക്ക് പറഞ്ഞാൽ പിണങ്ങും. അടിച്ചു കഴിഞ്ഞാലൊന്നും ഫുഡൊന്നും കഴിക്കത്തില്ല. പിന്നെ നമ്മളങ്ങനെ കെയർ ചെയ്ത് വളർത്തും. ഫുഡ് ഇവർക്ക് രാവിലെ ഡ്രൈ ഫുഡ് കൊടുക്കും, വൈകുന്നേരം ചിക്കനും ചോറും. ഇതെന്ന് വെച്ചാൽ ഇവരുടെ ഫാദറും മദറും യുക്രൈൻ ഡയറക്റ്റ് ഇമ്പോർട്ടാണ്. ഫാദറും മദറും ഞാൻ പൂനെയിൽ നിന്നാണ് എടുക്കുന്നത്. കവിത വാഡ്കി എന്ന് പറഞ്ഞൊരു മാഡത്തിൻ്റെതാണ് മേടിക്കുന്നത്. സംഭവം എന്ന് വെച്ചിട്ട് ഇവർ പൊതുവെ വന്നിട്ട് ഇത് ചൈനീസ് ബ്രീഡാണ്. അതായത് തായ്ലാൻഡ്, യുക്രൈൻ അവിടെയൊക്കെയാണ് കൂടുതലും ഉള്ളത്. ഇവളുടെ പേര് ഫിസ. എന്നാണ്. ഞാനോട് ഭയങ്കര നല്ല കമ്പനിയാണ്. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എവിടെ വേണോ വരും, കൂടെ വരും. വിത്തൗട്ട് ലീഷിലാണ് വരുന്നത്. ഡെയിലി ബീച്ചിലേക്ക് കൊണ്ടുപോകും. ബൈക്കിലിരിക്കാനാണ് ഇഷ്ടം. ബൈക്കിൽ ഫ്രണ്ടിലിരുന്നോളും കൂടുതലും. എന്ന് വെച്ചാൽ നമ്മൾ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ അടുത്ത് വന്നിരുന്നു നമ്മുടെ അടുത്താണ് കിടക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. നമ്മുടെ അടുത്ത് തന്നെ വന്നിരുന്ന് നമ്മളെ സന്തോഷിപ്പിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്, കളിക്കും.
സൈബീരിയൻ ഹസ്കിയാണ്. ഇവൻ്റെ പേര് സ്കൂബി എന്നാണ്. ഇപ്പം 2 വയസ്സായി. എൻ്റെ കയ്യിൽ വന്നിട്ട് ഇപ്പോൾ 6 മാസമായിട്ടുള്ളൂ. സർട്ടിഫൈഡ് ഡോഗാണ്, KCI സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്. ഇവരുടെ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഊളിക്കോട്ട് ഹസ്കി ഉണ്ട്, പിന്നെ നമ്മുടെ സൈബീരിയൻ ഹസ്കി ഉണ്ട്. ഇത് സൈബീരിയൻ ഹസ്കിയാണ് ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്നത്. ഇവർ KCI സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് സൈബീരിയൻ ഹസ്കിക്ക്. മാത്രമല്ല ഇവരുടെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രേ ആൻഡ് വൈറ്റ് വരുന്നുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നുണ്ട്, പിന്നെ റെഡ് ആൻഡ് വൈറ്റ് വരുന്നുണ്ട്. നോർമലി ഇത്ര കളറാണ് മെയിൻലി വരുന്നത്. ഇവർ ഇവിടെ ബ്രീഡായ ഡോഗ് ആണെങ്കിൽ പ്രശ്നം വരത്തില്ല അധികം. പിന്നെ നമ്മളിവിടെ ഫാനാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവർക്ക് AC അങ്ങനെയൊന്നും വേണ്ട. നമ്മുടെ ക്ലൈമറ്റ് ഇപ്പം മിങ്കിളായി കഴിഞ്ഞു. ഇവിടെ പൊതുവേ ഇപ്പം ഇന്ത്യയിൽ ഹസ്കിയെല്ലാം പൊതുവേ നമ്മുടെ ക്ലൈമറ്റിനോട് അനുയോജ്യമായി തുടങ്ങും. ഇവർക്കിപ്പം മാർക്കറ്റുണ്ട്. ഇവർക്കെന്ന് വെച്ചാൽ 25 to 35 വരെ പപ്പീസ് സെയിലാവും. 25,000 മുതൽ 35,000 വരെ വിത്ത് സർട്ടിഫിക്കറ്റ്. ഇവൻ നല്ല അറ്റാച്ച്മെൻ്റ് ആണ്. ഇവർക്ക് ഹസ്കി പൊതുവെ വന്നിട്ട് നല്ല ക്വൈറ്റ് ആയിരിക്കും, അനാവശ്യമായിട്ട്. പിന്നെ ഏക പ്രശ്നമെന്ന് പറഞ്ഞാൽ ഹൗൾ ചെയ്യും. അത് മാത്രമേ ഉള്ളൂ ഇവരുടെ കാറ്റഗറി. കാരണം അവർ ഈ വൂൾഫിൽ നിന്നാണ് ഉണ്ടായത്. അപ്പം അതിൻ്റെ കാറ്റഗറി ഇത് ക്യാരക്ടർ കാണിക്കുക തന്നെ ചെയ്യും. പിന്നെയെന്ന് വെച്ചാൽ വേറെ കുഴപ്പം പറഞ്ഞാലൊക്കെ അനുസരിക്കും. വേറെ അങ്ങനെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇവൻ ഓൾറെഡി ഫുൾ ട്രെയിൻഡ് ആണ്. ഇച്ചിരി തണുപ്പ്, അതായത് തണുപ്പ് നമ്മൾ ഫുഡിനോട് കൂടി മത്തങ്ങ ആഡ് ചെയ്ത് കൊടുക്കും തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടേ. പിന്നെ റോ ചിക്കൻ കൊടുക്കും. ഫ്രീസറിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് കൊടുക്കും. പ്രത്യേകതയാണ്. ഇവന് നല്ല സ്നേഹമാണ്. ഇവന് ഞാനല്ലാണ്ട് വേറെ ആരെങ്കിലും താടീൻ്റെ അടിയിൽ തൊട്ട് ഞാൻ കടിക്കും. പിന്നെ എന്ന് വെച്ചാൽ വീടിനകത്താണ് എൻ്റെ കൂടെ കിടക്കുന്നത്, റൂമിലാണ്. നല്ല കാരണം സമയം പോവും. മാത്രമല്ല ഞാൻ പുറത്തൊന്നും അങ്ങനെ പോകത്തില്ല. ഡോഗ്സുമായിട്ട് തന്നെ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യും ടൈം. സന്തോഷം അത് പറഞ്ഞറിയിക്കാമല്ലോ. നല്ലൊരു സന്തോഷം, അതായത് നല്ലൊരു ഫീലാണ് നമുക്ക്. നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഇവരുടെ അടുത്ത് പറയാം. സങ്കടം ഉണ്ടെങ്കിലും നമ്മൾ ഇവരെ കാണുമ്പം നമ്മുടെ സങ്കടം വിഷമം എല്ലാം മാറും.